നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 4 അമിതവണ്ണത്തിനെതിരായ പ്രചാരണ ദിനം കൂടിയാണ്. അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ നിരവധിയാണ്. അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമ്മളോടൊപ്പം ചേരുന്നത് തിരുവനന്തപുരം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായരാണ്. ഡോക്ടർ നമസ്കാരം, ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഡോക്ടർ, ആദ്യം തന്നെ ചോദിക്കുകയാണ്, എന്താണ് ഈ അമിതവണ്ണം? അമിതവണ്ണത്തെ നിർണ്ണയിക്കുന്നത് എങ്ങനെയൊക്കെയാണ്? അമിതവണ്ണം എന്ന് വെച്ചാൽ ശരീരത്തിൽ കൊഴുപ്പ് കൂടുന്ന ഒരു അവസ്ഥ തന്നെയാണ് നമ്മൾ അമിതവണ്ണം എന്ന് പറയുന്നത്. അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ, അതായത് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്ന് അറിയാൻ വേണ്ടി ഏറ്റവും നല്ലൊരു മാർഗം ബോഡി മാസ് ഇൻഡെക്സ് ആണ്. ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ ഒരാളുടെ പൊക്കത്തിനനുസരിച്ച് അവർക്ക് എത്ര തൂക്കമുണ്ട് എന്ന് നോക്കുന്ന ഒരു രീതിയാണ്. അതിൽ നമ്മുടെ വെയ്റ്റ്, ബോഡി വെയ്റ്റ് ഡിവൈഡഡ് ബൈ സ്ക്വയർ ഓഫ് ഹൈറ്റ് ഇൻ മീറ്റേഴ്സ് എന്നാണ് അതിൻ്റെ കണക്ക്. ഇപ്പോൾ നോർമലി ഒരാൾക്ക് 18.5 മുതൽ 23 വരെയാണ് ഈ BMI ആകാവുന്നത്. 23-ന് മുകളിൽ BMI ഉള്ളത്, 23 മുതൽ 25 വരെയുള്ളത് നമ്മൾ ഓവർ വെയ്റ്റ് എന്നും, 25-ന് മുകളിലുള്ളത് ഒബിസിറ്റി എന്നും, അതായത് അമിതവണ്ണം എന്നും ഡയഗ്നോസ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നു. അപ്പോൾ ഇത് ഒരു തരം രീതിയാണ് നമുക്ക് അമിതവണ്ണം ഡയഗ്നോസ് ചെയ്യാനായിട്ട്. എന്നാൽ അതേസമയം ഈ വയറിൻ്റെ ചുറ്റളവ്, അബ്ഡോമിനൽ സർക്കംഫറൻസ് എന്ന് പറയുന്ന ഒരു അളവും വളരെ പ്രധാനമാണ്. സ്ത്രീകളിൽ 80-ന് മുകളിലോട്ടും പുരുഷന്മാരിൽ 90-ന് മുകളിലോട്ടും ഈ ഒരു അളവുള്ളത് അമിതവണ്ണത്തിൻ്റെ വേറൊരു പ്രധാനപ്പെട്ട ലക്ഷണമാണ്. ഈ രണ്ടാമത് പറഞ്ഞ അബ്ഡോമിനൽ സർക്കംഫറൻസ് പല അസുഖങ്ങളിലും ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. നമ്മുടെ വയറിൽ അല്ലെങ്കിൽ സെൻട്രൽ പാർട്ട് ഓഫ് ബോഡിയിലുള്ള കൊഴുപ്പാണ് കൂടുതൽ പ്രശ്നമായി കാണാറുള്ളത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇന്ന് പലരും ഫാസ്റ്റ് ഫുഡാണ് കഴിക്കുന്നത്. ഇത് അമിതവണ്ണത്തിന് കാരണമാകാറുണ്ടോ? അതെ, നമ്മൾ കാരണങ്ങൾ, നമ്മുടെ അമിതവണ്ണത്തിൻ്റെ കാരണങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ ഒരു 20 വർഷം പുറമോട്ട് പോയാൽ മതി. നമ്മുടെ ജീവിതത്തിൽ ഒരു 20 വർഷം, അതായത് 2000 കാലഘട്ടം അല്ലെ അതിൽ മുമ്പ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ നിരത്തുകളിൽ നടന്നുകൊണ്ടിരുന്ന ആൾക്കാരിൽ അത്രയും അമിതവണ്ണമുള്ളവരുണ്ടായിരുന്നില്ല. വളരെ ഫിറ്റ് ആൻഡ് ലീനായിട്ടുള്ള ആൾക്കാരായിരുന്നു കൂടുതലും നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അവിടുന്ന് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് കഴിഞ്ഞ 20 അല്ലെങ്കിൽ 25 വർഷത്തിൽ സംഭവിച്ചതെന്ന് നോക്കിയാൽ തന്നെ നമുക്ക് അതിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ കിട്ടും. ഏറ്റവും പ്രധാനമായിട്ടും നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഭക്ഷണത്തിൻ്റെ ലഭ്യത നന്നായി കൂടിയിട്ടുണ്ട്, അതൊന്ന്. പിന്നെ ഭക്ഷണത്തിലെ ഈ എന്ത് ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നതിനുള്ളത് നമുക്ക് ഒന്ന് ചിന്തിച്ച് നോക്കാം. നമ്മൾ എണ്ണയുള്ള അടങ്ങിയ ഭക്ഷണങ്ങൾ, കൊഴുപ്പടങ്ങിയ ഭക്ഷണങ്ങൾ പണ്ടത്തേലും ഒത്തിരി കൂടുതലായിട്ട് ഇപ്പോൾ ഉപയോഗത്തിലുണ്ട്. അതേപോലെ തന്നെ പഞ്ചസാര അടങ്ങിയത് അല്ലെങ്കിൽ മധുരം അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മൾ പണ്ടത്തേലും ഒത്തിരി കൂടുതലായിട്ട് കഴിക്കുന്നുണ്ട്. അതേപോലെ ഈ ഭക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടൊന്നും നമുക്ക് അത്രയും കഷ്ടപ്പെടേണ്ടി വരുന്നില്ല. നമുക്ക് ഫോണിലൂടെ ഓർഡർ ചെയ്താൽ ഭക്ഷണം വീട്ടിൽ എത്തും. അതേപോലെ നല്ല ഭക്ഷണം, അതായത് പ്രോട്ടീനും കുറച്ചുകൂടെ ഈ ഫൈബറും അടങ്ങിയ ഭക്ഷണം കിട്ടുകയാണെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ പൈസ അല്ലെങ്കിൽ കൂടുതൽ വില കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയുണ്ട്. അതേസമയം ഈ എണ്ണയും പഞ്ചസാര അല്ലെങ്കിൽ മധുരമുള്ള ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ കിട്ടാൻ അത്ര വില കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ പോപ്പുലേഷൻ പവർട്ടി, അതായത് ഒരു പൈസ കുറഞ്ഞ ഒരവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ബെറ്റർ ഇതിലേക്ക് വരുമ്പോഴത്തേക്കിന് ആദ്യം എല്ലാ സൊസൈറ്റീസിനും സംഭവിക്കുന്നത് പോലെ തന്നെ നമുക്കും എണ്ണയും കാർബോഹൈഡ്രേറ്റും അടങ്ങിയ ഭക്ഷണം കൂടുതൽ ലഭ്യതയുണ്ട്. എന്നാൽ ഇതിനേക്കാളും പ്രോട്ടീനും ഈ പറഞ്ഞ നമ്മുടെ പ്രോട്ടീനും ഈ ഫൈബറും അടങ്ങിയ ഭക്ഷണം കിട്ടാൻ കുറച്ചുകൂടെ ബുദ്ധിമുട്ടായി വരുന്നുണ്ട്. അതേസമയം നമുക്ക് നോക്കാം, 20 വർഷം മുമ്പേ നമ്മൾ മിക്കവരും ബസ് അല്ലെങ്കിൽ നടന്ന് ട്രെയിൻ ഉപയോഗിച്ച് അങ്ങനെയായിരുന്നു കൂടുതലും നമ്മുടെ ഗതാഗതം നടന്നുകൊണ്ടിരുന്നത്. അതേസമയം ഇപ്പോഴാണെങ്കിലോ എല്ലാവരുടെയും വീട്ടിൽ ഒരു 2 വീലറെങ്കിലും ഉണ്ട്. അപ്പോൾ ആർക്കാണെങ്കിലും ഒരു ജംഗ്ഷൻ വരെ പോകണമെങ്കിൽ നടക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നമ്മൾ അവിടെ നിന്ന് നേരെ 2 വീലറോ അല്ലെങ്കിൽ നമ്മുടെ 4 വീലറോ എടുത്ത് അടുത്തുള്ള ജംഗ്ഷനിൽ പോകുന്നു. അവിടെ നിന്നാണ് നമ്മൾ ബസ് കയറുകയോ വേറെ ഗതാഗത മാർഗ്ഗങ്ങളിലേക്ക് പോകുന്നത്.
അതേസമയം നേരത്തെ ആണെങ്കിൽ നമ്മൾ എങ്ങനെയാണേലും വീട്ടിൽ നിന്ന് ജംഗ്ഷൻ വരെ എത്തണമെങ്കിൽ കുറച്ചെങ്കിലും നടക്കണമായിരുന്നു. അത് തന്നെ നമ്മുടെ അമിതവണ്ണം ഒഴിവാക്കാൻ ഒരു പ്രധാനപ്പെട്ട ഫാക്ടറായിരുന്നു. പിന്നെ നമ്മുടെ തൊഴിലുകൾ നമ്മൾ നോക്കുക. പണ്ട് ഓഫീസിൽ വർക്ക് ചെയ്യുന്നതായിരുന്നില്ല പ്രധാന തൊഴിൽ. മിക്കവർക്കും തൊഴിൽ ഫീൽഡുകളിൽ അല്ലെങ്കിൽ കൃഷിയുമായിട്ട് അനുബന്ധമായ മറ്റു കാര്യങ്ങളായിരുന്നു കൂടുതൽ നമ്മുടെ വർക്ക്. പക്ഷേ ഇപ്പോൾ നമ്മുടെ വർക്കും അതനുസരിച്ച് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒത്തിരി ഫാക്ടേഴ്സ് ഉണ്ട് ഒബീസിറ്റി നമ്മുടെ സൊസൈറ്റിയിൽ കൂടാനുള്ള കാരണമായത്. ഡോക്ടർ, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂട്ടിച്ചേർക്കാനുള്ളതാണ് ഈ അമിതവണ്ണം കൊണ്ടുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെല്ലാമാണ്. പലപ്പോഴായിട്ട് മെലിഞ്ഞ ശരീരമുള്ളവരെക്കാൾ കൂടുതലായിട്ട് അമിതവണ്ണമുള്ളവർക്കാണ് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടുതലായി കണ്ടുവരുന്നത്. ഇതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതെന്തുകൊണ്ടാണ് വരാൻ കാരണം? ഇത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. കാരണം നമ്മൾ അമിതവണ്ണം കുറയ്ക്കണം എന്ന് പറയാനുള്ള റീസൺ, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കുറയ്ക്കുന്നത് എന്ന് മനസ്സിലാക്കാനാണെങ്കിൽ നമ്മളതിൻ്റെ ഭവിഷ്യത്തുകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതിൽ പറഞ്ഞു തുടങ്ങുമ്പോൾ നമ്മൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എൻഡോക്രൈനോളജി വിഭാഗത്തിൽ നിന്ന് നടത്തിയിട്ടുള്ള ICMRൻ്റെ സഹായത്തോടെ നടത്തിയിട്ടുള്ള കുറച്ച് പഠനങ്ങളിൽ പ്രധാനപ്പെട്ട ഈ അമിതവണ്ണവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പറയാം. അതായത് നമ്മൾ കൂടുതലും സ്റ്റഡീസ് ചെയ്തിരിക്കുന്ന 18-30 വയസ്സിനിടയ്ക്കുള്ള ചെറുപ്പക്കാരിലാണ്. അതായത് പ്രായമാകുമ്പോഴത്തേക്കിന് ഈ പല ജീവിതശൈലി രോഗങ്ങൾ വരുന്നത് നമുക്ക് അറിയാം. പക്ഷേ അപ്പോൾ ഇതിൻ്റെ ഉറവിടം, അതിൻ്റെ തുടക്കമെല്ലാം ഈ 18-30 വയസ്സിനും ഇടയ്ക്കാണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ സ്റ്റഡീസ് എല്ലാം ചെയ്തിരിക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരം ജില്ലയിൽ 3000 ചെറുപ്പക്കാരിൽ നമ്മൾ ചെയ്ത പഠനത്തിൽ നമ്മൾ കണ്ടതെന്ന് വെച്ചാൽ ഏകദേശം 25% ആൾക്കാർ ഈ പറഞ്ഞ ഒബീസിറ്റി ഉള്ളവരും വേറൊരു 15% ആൾക്കാർ ഓവർ വെയ്റ്റ് ഉള്ളവരുമാണ്. അപ്പോൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ ഓവർ വെയ്റ്റ് എന്ന് പറഞ്ഞാൽ BMI 23-നും 25-നും ഇടയ്ക്കുള്ളവരെയാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനത്തെ ചെറുപ്പക്കാർ 15%, മറ്റത് അതായത് ഒബീസിറ്റി അതായത് 25-ന് മുകളിൽ ഉള്ളവർ 25% ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മളുടെ ഈ ചെറുപ്പക്കാരായ ജനങ്ങളിൽ 40% ആൾക്കാർ ഈ പറഞ്ഞ ഒബീസിറ്റിയുടെ അല്ലെങ്കിൽ ഓവർ വെയ്റ്റിൻ്റെ പ്രശ്നങ്ങൾ അനുഭവിക്കാൻ പോകുന്നവരാണ് എന്ന് നമ്മൾ ഫസ്റ്റ് മനസ്സിലാക്കണം. അതായത് 3-ൽ ഒരാളെങ്കിലും ഇതിനോട് ബാധിതനാണ് ഈ ചെറുപ്പക്കാരിൽ. ഇനി അടുത്ത കാര്യം, ഇത് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഇതിൽ തന്നെ ഈ ചെറിയ പ്രായത്തിൽ തന്നെ 40-ൽ ഒരാൾക്ക് ഡയബറ്റീസ് ഉണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു കണ്ടെത്തൽ. അതേപോലെ ഒരു 20% ആൾക്കാർക്ക് പ്രീ ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത 3-4 വർഷത്തിനുള്ളിൽ അവർക്ക് ഡയബറ്റീസ് വരാനുള്ള സാധ്യത 30%-ന് മുകളിൽ എന്നാണ് അതിൻ്റെ കണക്ക്. അതായത് പ്രീ ഡയബറ്റീസ് ഉള്ളവർ നമുക്ക് ഏകദേശം 20% ആൾക്കാരുണ്ട്. അതേപോലെ തന്നെ ബ്ലഡ് പ്രഷറിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ 120/80 എന്നുള്ളതാണ് നോർമൽ ബ്ലഡ് പ്രഷറെങ്കിൽ അതിൽ താഴെ, അതായത് 120/80 താഴെ ഉള്ള ചെറുപ്പക്കാർ വെറും 50%. ബാക്കിയുള്ളവർക്ക് ഒന്നെങ്കിൽ പ്രീ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ഹൈപ്പർ ടെൻഷനുണ്ട്. അപ്പോൾ ഇതൊക്കെ ഞെട്ടിക്കുന്ന കണക്കുകളാണ് നമ്മളുടെ നാട്ടിൽ ഇപ്പോൾ നമ്മൾ കണ്ടെത്തിയ കാര്യങ്ങൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതുപോലെ ഒബീസിറ്റി ഡേ ഒക്കെ പ്രധാനമായിട്ടും നമ്മൾ ആൾക്കാരെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ട ഒരു ദിവസങ്ങളാണ്. അപ്പം ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷനാണ് ഞാനിപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞത്. അതായത് പ്രമേഹവും അമിത രക്തസമ്മർദ്ദവും. ഇത് കൂടാതെ വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ പ്രായമാകുമ്പോഴത്തേക്ക് മുട്ടിന് ഈ വണ്ണം കാരണം വെയിറ്റ് താങ്ങാൻ പറ്റാത്ത മുട്ടിന് തേയ്മാനം അല്ലെങ്കിൽ സന്ധിവാതം, ഇതൊക്കെ ഇതിൻ്റെ ഭവിഷ്യത്തായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. അതേപോലെ കൊളസ്ട്രോളിലെ പ്രശ്നങ്ങൾ, ചീത്ത കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുക, അല്ല ബ്ലഡിലെ ട്രൈഗ്ലിസറൈഡ്സിൻ്റെ അളവ് കൂടുക, ഇതൊക്കെ ഈ വണ്ണം കൂടുതലുള്ളവരിലാണ് നമ്മൾ അധികം കാണാറുള്ളത്. ഈ 3 പ്രശ്നങ്ങൾ, ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഡിസ്ലൈപ്പിഡീമിയ, അതായത് പ്രമേഹം, അമിത രക്തസമ്മർദ്ദം, കൊളസ്ട്രോൾ, ഈ 3 കൂടെ ചേർന്നാണ് വേറെ ഒരു സെറ്റ് ഓഫ് ഡിസീസസ്, അതായത് വേറെ പല അസുഖങ്ങളും ഉണ്ടാക്കുന്നത്. അതിനകത്തിനാണ് പ്രധാനമായിട്ടും ഹൃദയരോഗങ്ങളിൽ പ്രധാനിയായ ഹാർട്ട് അറ്റാക്ക് വരുന്നത്. ഹാർട്ട് അറ്റാക്ക് കൂടാതെ സ്ട്രോക്ക്, തലച്ചോറിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞിട്ട് തലച്ചോറിൻ്റെ ഒരു ഭാഗം കേടായി പോകുന്നതാണ് നമ്മൾ സ്ട്രോക്ക് എന്ന് പറയുന്നത്. അതേപോലെ സ്ട്രോക്ക് കൂടാതെ കാലയിലേക്കുള്ള രക്തോട്ടം നിന്ന് പോയിട്ട് പെരിഫറൽ ആർട്ടീരിയൽ ഡിസീസ് എന്ന് പറയും.
ഇത് കൂടാതെ വൃക്കരോഗങ്ങൾ, കണ്ണിന് റെറ്റിനയ്ക്ക് വരുന്ന കേടുകൾ, ഹൈപ്പർ ടെൻസീവ് റെറ്റിനോപ്പതി, ഡയബറ്റിക് റെറ്റിനോപ്പതി, ഇങ്ങനത്തെ മാറ്റങ്ങൾ, അതേപോലെ നരമ്പുകൾക്ക് വരുന്ന തകരാറുകൾ, ഇതെല്ലാം ഈ പറഞ്ഞ അമിതവണ്ണത്തിൽ നിന്ന് തുടങ്ങുന്നതാണ്. ഇതൊന്നും അല്ലാത്ത വേറെ ഒരു പ്രധാനപ്പെട്ട എന്നാൽ സാധാരണ നമ്മൾ കാണാതെ പോകുന്ന 2 കാര്യങ്ങളാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ എന്ന് പറയുന്ന ഒരു പ്രശ്നം. അതായത് നമ്മുടെ ഈ വണ്ണം കൂടുന്നതനുസരിച്ച് തൊണ്ടഭാഗത്ത് നമ്മുടെ ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടിയിട്ടും അല്ലാതെയും സെൻട്രലി, അതായത് ബ്രെയിനിൽ നിന്നുള്ള മാറ്റങ്ങളും വന്നിട്ട് രാത്രിയിൽ കൂർക്കമലി കൂടുകയും, കൂർക്കമലി കാരണം നമുക്ക് ആവശ്യത്തിന് ഓക്സിജൻ ശരീരത്തിൽ എത്താതിരിക്കുകയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉണരുന്ന ഒരു പ്രശ്നങ്ങൾ വരികയും ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് അപ്നിയ. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പകൽ ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കം കൂടുതൽ, ഇതെല്ലാം പകൽ സമയത്ത് ഉണ്ടാകും. അതേപോലെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രശ്നം ഒബീസിറ്റി കാരണം വരുന്നതാണ് ഫാറ്റി ലിവർ. ഫാറ്റി ലിവർ എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ ഫുൾ നമുക്ക് കൊഴുപ്പ് കൂടുന്നത് പോലെ തന്നെ കരളിനുള്ളിലും കൊഴുപ്പ് അടിയുന്ന ഒരു സാഹചര്യം വരും. അതായത് പ്രധാനമായിട്ടും കൊഴുപ്പ് ഇരിക്കേണ്ടത് നമ്മുടെ തൊലിയുടെ അടിയിലുള്ള അഡിപ്പോസൈറ്റ്സ് എന്ന് പറയുന്ന സെൽസിലാണ്. എന്നാൽ അവിടുത്തെ കപ്പാസിറ്റി ഓവർഷൂട്ട് ചെയ്യുകയും എന്നാൽ പിന്നെ ഈ സ്റ്റോറേജിന് സ്ഥലമില്ലാതെ വരുമ്പോഴത്തേക്കിനാണ് ലിവറിനുള്ളിലും പാൻക്രിയാസിനുള്ളിലും കൊഴുപ്പ് കെട്ടുന്നത്. അപ്പോൾ ലിവറിനുള്ളിൽ കൊഴുപ്പ് കെട്ടിക്കഴിയുമ്പോഴത്തേക്കിന് അത് ഫാറ്റി ലിവറായി മാറുകയും വർഷങ്ങൾ കഴിയുമ്പോഴത്തേക്ക് അത് സിറോസിസിലേക്കും ചിലപ്പം ലിവർ ക്യാൻസറിലേക്കും ഒക്കെ എത്തുന്ന ഒരു സാഹചര്യം വരാം. അതേപോലെ തന്നെ നമ്മുടെ പാൻക്രിയാസിനുള്ളിൽ കൊഴുപ്പ് കെട്ടുമ്പോഴത്തേക്കാണ് ഇൻസുലിൻ്റെ സിക്രീഷൻ കുറയുകയും അത് ഡയബറ്റീസിലേക്ക് നയിക്കാനുള്ള കാരണമാകും. അതേപോലെ മറ്റ് ശരീരഭാഗങ്ങളിൽ കൊഴുപ്പ് കൂടുമ്പോഴത്തേക്ക് ഇൻസുലിൻ്റെ പ്രവർത്തനം കുറയുന്നൊരു അവസ്ഥ വരാം. അതിനെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഡോക്ടർ, അമിതവണ്ണം എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നത്? ചിലപ്പോൾ സ്ത്രീകളിൽ പ്രസവശേഷം അമിതവണ്ണം ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതൊക്കെ എന്തുകൊണ്ടായിരിക്കാം? ചില ഹോർമോണൽ കാരണങ്ങളുണ്ട് ഈ അമിതവണ്ണം ഉണ്ടാവാനായിട്ട്. സ്ത്രീകളിൽ പ്രസവശേഷം ഉണ്ടാകുന്നത്, പ്രസവത്തിന് മുമ്പ് നമ്മൾ പ്രഗ്നൻ്റ് ആകുമ്പോൾ തന്നെ സ്ത്രീകളിൽ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ അളവ് കൂടും. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ കൊഴുപ്പെന്ന് പറഞ്ഞാൽ എനർജിയുടെ സ്റ്റോർ ചെയ്യാനുള്ളൊരു മാർഗ്ഗമാണ് ഈ കൊഴുപ്പ് നമ്മുടെ ശരീരത്തിൽ. നമുക്ക് എല്ലായ്പ്പോഴും ഒരേപോലെ ഭക്ഷണം നമ്മളും ആനിമൽസ് ആണല്ലോ. അപ്പോൾ ആനിമൽസിന് എപ്പോഴും ഭക്ഷണം ഒരേപോലെ കിട്ടിക്കൊണ്ടിരിക്കണം എന്നില്ല. അതുകൊണ്ട് കിട്ടുന്ന സമയത്ത് ഇത് സ്റ്റോർ ചെയ്ത് വെക്കുകയും പിന്നെ ആവശ്യം ഭക്ഷണം കുറയുന്നൊരവസ്ഥയിൽ ഇത് ഉപയോഗിക്കാനും വേണ്ടിയിട്ടാണ് ഫാറ്റ് സ്റ്റോറേജ് നമ്മുടെ ശരീരത്തിൽ. അതേപോലെ തന്നെ പ്രഗ്നൻസി സമയമാകുമ്പോഴത്തേക്കിന് അമ്മയ്ക്കും കുഞ്ഞിനും വേണ്ടിയിട്ട് ഫാറ്റ് സ്റ്റോറേജ് വരും. അതേപോലെ അമ്മയുടെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലും ഈ കൊഴുപ്പിൻ്റെ അളവ് കൂടും. പ്രഗ്നൻസി കഴിയുമ്പോഴത്തേക്ക് ഡെലിവറി കഴിയുമ്പോഴത്തേക്കിനും കുഞ്ഞിന് പാൽ കൊടുക്കേണ്ട ഒരവസ്ഥയുണ്ട്. അതും ശരീരത്തിൽ നിന്ന് പോകുന്ന എനർജി തന്നെയാണ് ഈ പാലെന്ന് വെച്ചാൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ടും എനർജി ശരീരത്തിൽ വേണം. അപ്പോൾ അതുകൊണ്ട് കുറച്ച് നാളത്തേക്കും കൂടി ഈ ശരീരത്തിൽ നമുക്ക് കൊഴുപ്പ് അതിൻ്റെ അളവ് കൂടുതലുണ്ടാവും. പക്ഷേ കാലക്രമേണ അത് 6 മാസം, ഒരു കുഞ്ഞിന് 1 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കിന് അമ്മ പ്രഗ്നൻസിക്ക് മുമ്പുണ്ടായിരുന്ന അതേ വെയിറ്റിൽ എത്തേണ്ടതാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് ഇനി അതിന് ശേഷം ഈ വെയിറ്റ് കൂടി നിൽക്കുന്നെങ്കിലോ നമ്മൾ ചിന്തിക്കേണ്ടത് അത് ഭക്ഷണത്തിൻ്റെ അളവ് കൂടുതലോ അല്ലെങ്കിൽ എക്സസൈസിൻ്റെ കുറവോ ആണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അല്ലാതെ പ്രഗ്നൻസി അല്ലെങ്കിൽ ഡെലിവറി കാരണം മാത്രം നീണ്ടകാലം വെയിറ്റ് കൂടി നിൽക്കേണ്ട ഒരവസ്ഥ ഇല്ല. പിന്നെ നമ്മൾ ചില ഈ പ്രഗ്നൻസി അല്ലാതെ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഡെലിവറിയുടെ അല്ലാത്ത സമയത്ത് നോക്കുമ്പോൾ ചില ഹോർമോണൽ ഡിസീസസ് അമിതവണ്ണം ഉണ്ടാവാനുള്ള ഒരു കാരണമാവാം. അതിൽ പ്രധാനപ്പെട്ട ഒരെണ്ണം തൈറോയ്ഡ് ഡിസോർഡേഴ്സാണ്. പക്ഷേ തൈറോയ്ഡ് ഡിസോർഡേഴ്സിലും ഒരു ക്രമാതീതമായി ഒത്തിരി അധികം വെയിറ്റ് കൂടാറില്ല. ഒരാൾക്കിപ്പോൾ എൻ്റെ സ്വതവേ ഉള്ള വെയിറ്റ് 70 കിലോ ആണ്, എനിക്കിപ്പം പുതിയതായിട്ട് തൈറോയിഡിൻ്റെ പ്രവർത്തന കുറവ്, അതായത് ഹൈപ്പോ തൈറോയിഡിസം ബാധിക്കുകയാണെങ്കിൽ ഒരു 2-3 കിലോ വെയിറ്റ് അതിൻ്റെ പുറത്തോട്ട് കൂടിയെന്ന് വരാം. അല്ലാതെ നമ്മൾ 70 കിലോ ഉള്ള ഒരാൾ 100 ആകുക, അതൊന്നും തൈറോയിഡ് കാരണം വരത്തില്ല. എന്നാൽ അതുപോലെ അല്ലാത്ത ചില അസുഖങ്ങളുണ്ട്. ഈ കോർട്ടിസോൾ ഹോർമോണിൻ്റെ ആധിക്യം, അതായത് കുഷിംഗ് സിൻഡ്രോം എന്ന് പറയുന്ന അസുഖം വന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വെയിറ്റ് കൂടാം. ചിലപ്പോൾ 10-20 കിലോ വരെയൊക്കെ കൂടിയെന്ന് വരാം.
എന്നാൽ സാധാരണഗതിയിൽ ഈ ഇത്രയും വണ്ണം കൂടുന്നത് ഭക്ഷണക്രമത്തിലെ പ്രശ്നങ്ങളോ അല്ലെങ്കിൽ ഒട്ടും എക്സസൈസ് ഇല്ലാത്തൊരവസ്ഥയിലാണ് ഇത്രയും വണ്ണം കൂടുന്നത്. എന്നാൽ ജന്മനാലെയുള്ള ചില ഡിഫക്ട്സിലും ചിലർക്ക് വണ്ണം കൂടാം. നമുക്ക് അറിയാം, ഫാമിലിയിൽ വണ്ണമുള്ള ആൾക്കാരുണ്ട്, അതായത് അച്ഛനും അമ്മയും വണ്ണമുള്ള ആൾക്കാരാണ്. അങ്ങനെയുള്ള കുട്ടികൾക്കും വണ്ണം അധികമായിട്ട് വരാം. ഡോക്ടർ, നമ്മൾ ഇത്രയും സമയം സംസാരിച്ചത് അമിതവണ്ണം എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെ കുറിച്ചാണ്. ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് അമിതവണ്ണം എങ്ങനെ തടയാം എന്നതിനെ കുറിച്ചാണ്. അമിതവണ്ണത്തെ എങ്ങനെ നമുക്ക് തടയാൻ വേണ്ടി സാധിക്കും? പലപ്പോഴും പല മനുഷ്യരും എക്സസൈസ്, അതുപോലെ തന്നെ ജിമ്മിൽ ഇങ്ങനെയൊക്കെ പോകാറുണ്ട്. ഇതൊക്കെ ഇതിന് സഹായകമാകാറുണ്ടോ? തീർച്ചയായും. ഈ നമ്മൾ അമിതവണ്ണം കുറയ്ക്കുക എന്ന് മനസ്സിൽ ചിന്തിക്കുമ്പോൾ തന്നെ നമ്മുടെ ശരീരത്തിൽ എനർജിയുടെ അളവ് കുറയ്ക്കുക എന്നുള്ളതാണ് അതിൻ്റെ നമ്മുടെ മെയിൻ ലക്ഷ്യം. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത് 1 ഗ്രാം ഫാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 9 കിലോ കാലറി എനർജിയാണ്. അതേപോലെ 1 ഗ്രാം പഞ്ചസാര അല്ലെങ്കിൽ ഒരു കാർബോഹൈഡ്രേറ്റ് പീസ് ഓഫ് ബ്രെഡ് അല്ലെങ്കിൽ നമ്മൾ 1 ഗ്രാം പൊട്ടാറ്റോ എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 4 കിലോ കാലറിയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ അമിതവണ്ണം കുറയ്ക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കണം. കൊഴുപ്പ് കുറയ്ക്കണമെങ്കിൽ എനർജി എക്സ്പെൻഡ് ചെയ്യണം, അതായത് എനർജി നമ്മൾ ചിലവാക്കി തീർക്കണം. അതേപോലെ ശരീരത്തിന് ഉള്ളിലേക്ക് വരുന്ന എനർജിയുടെ അളവ് കുറയ്ക്കണം. ഡോക്ടർ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകനുണ്ട്, ചന്ദ്രൻ, കോഴിക്കോട് നിന്ന്. ചന്ദ്രൻ, ഡോക്ടറോട് ചോദിക്കാം. ചന്ദ്രൻ, കേൾക്കാമോ? ചന്ദ്രൻ, ഡോക്ടറോട് ചോദിക്കാം. കോള് കട്ടായെന്ന് തോന്നുന്നു. ഡോക്ടർക്ക് തുടരാം. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എനർജിയുടെ അളവ് ശരീരത്തിലേക്ക് എടുക്കുന്നത് കുറയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമ്മൾ എത്ര ഭക്ഷണം കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ ഒരാൾ നോർമൽ വെയിറ്റ്, അതായത് നമുക്ക് BMI നോർമലായ ആൾ 18നും 23നും ഇടയ്ക്ക് BMI ഉള്ള ഒരാളാണെങ്കിൽ നമ്മൾ ഹൈറ്റ് അനുസരിച്ച്, ഇപ്പോൾ എനിക്ക് 170 സെൻറ്റിമീറ്ററാണ് എൻ്റെ ഹൈറ്റെങ്കിൽ എനിക്ക് വേണ്ടുന്ന വെയിറ്റ് 70 കിലോയാണ്. എനിക്ക് 70 കിലോയാണ് ഓൾറെഡി വെയിറ്റ് ഉള്ളതെങ്കിൽ എനിക്ക് എത്ര കിലോ കാലറി കഴിക്കാം, എൻ്റെ വെയിറ്റ് ഇതേ രീതിയിൽ നിർത്തണ എങ്കിൽ നമ്മൾക്ക് ഒരു 70 × 30 30 കിലോ കാലറി പെർ കിലോഗ്രാമാണ് നമ്മുടെ യൂഷ്വൽ അല്ലെങ്കിൽ നമ്മുടെ ടോട്ടൽ കാലറി ഇൻടേക്ക് വരേണ്ടത്. അപ്പോൾ അമിതവണ്ണം ഉള്ളവർ അതനുസരിച്ച് ഇപ്പം നമ്മൾ ഓവർ വെയ്റ്റ് ആണെങ്കിൽ ഇതിൽ നിന്ന് ഏകദേശം 300 കിലോ കാലറി കുറവും, ഒബീസ് ആണെങ്കിൽ ഇതിൽ നിന്ന് 500 കിലോ കാലറി കുറവുമാണ് ഭക്ഷണമായിട്ട് നമ്മൾ കഴിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൻ്റെ അളവ് നമുക്ക് കൃത്യമായി ഒരു ഡോക്ടറുടെയോ ഡയറ്റീഷ്യൻ്റെയോ സഹായത്തോടെ നമ്മൾ കൃത്യമായി നിശ്ചയിക്കുക, ഇത്രയാണ് എനിക്ക് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ. അപ്പോൾ ഇത്രയും കിലോ കാലറി കിട്ടണമെങ്കിൽ നമുക്ക് പല രീതിയിലും ഇതിനെ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഡയറ്റിൽ നല്ല ഭക്ഷണങ്ങളെല്ലാം ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ കാലറിയുടെ അളവ് റെസ്ട്രിക്റ്റ് ചെയ്ത് കഴിക്കുകയാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാർഗം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ എനർജി ഉപയോഗിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ ഇത് ചെയ്യാനായിട്ട് ഏറ്റവും നല്ല മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ നമ്മൾ ഡേ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ അരമണിക്കൂറത്തെ ഒരു എക്സസൈസ് അങ്ങ് ചെയ്യുക, അല്ലെങ്കിൽ അരമണിക്കൂർ നടക്കാൻ ഉള്ള കാര്യങ്ങൾ നോക്കുക. അപ്പം നമ്മൾ ഈ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 2 തരമാണ്. ഒന്ന് കണ്ടിന്യൂസ് ആക്ടിവിറ്റി വരുന്ന കാർഡിയോ, അതായത് നമ്മുടെ ഹൃദയത്തിനെ കൂടുതലായിട്ട് വർക്ക് ചെയ്യിപ്പിക്കുന്ന, അതായത് നമ്മൾ സ്പീഡിന് നടക്കുക, ഓടുക, ജോഗ് ചെയ്യുക, അല്ലെങ്കിൽ സ്വിമ്മിങ് ചെയ്യുക, അല്ലെങ്കിൽ ഡാൻസ് ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ സൈക്ലിംഗ് ചെയ്യുക. ഇതൊക്കെ നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു കണ്ടിന്യൂസ് എക്സസൈസാണ്. ഇത് കൂടാതെ മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും വളരെ പ്രധാനമാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എല്ലാ ജോയിൻറ്റ്സും മൂവ് ചെയ്യുന്ന രീതിയിലുള്ള മൂവ്മെൻറ്റ്സ്, വിരൽ മുതൽ നമ്മുടെ റിസ്റ്റ് ജോയിൻറ്റ്, എൽബോ ജോയിൻറ്റ്, ഷോൾഡർ ജോയിൻറ്റ്, കഴുത്ത്, നടുവ്, കാലിൻ്റെ 3 പ്രധാനപ്പെട്ട ജോയിൻറ്റ്സ്, ഇതെല്ലാം മൂവ് ചെയ്യുന്ന രീതിയിലുള്ള എക്സസൈസ് 15 തൊട്ട് 20 മിനിറ്റെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം 45 മിനിറ്റ്സ് ഇങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്ത് കഴിയുകയാണെങ്കിൽ നമ്മുടെ എക്സസൈസ് നീഡ്സ് മോസ്റ്റ്ലി അത് വെച്ച് മിക്ക ആൾക്കാർക്കും അത് വെച്ച് മതിയാവും. ഇത് കൂടാതെ നമുക്ക് കിട്ടുന്ന അവസരങ്ങളെല്ലാം തന്നെ ഉപയോഗിച്ച് നമ്മുടെ ശരീരം അനക്കാൻ നോക്കുക. അതായത്
ഇപ്പം ലിഫ്റ്റ് ഉണ്ട്, സ്റ്റെയർ ഉണ്ട്, ഒരു നിലയോ 2 നിലയോ കയറാനുള്ളൂ. നമുക്ക് മുട്ടിന് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത ആളാണെങ്കിൽ അത് ഓടി കയറാനോ നടന്ന് കയറാനോ നമ്മൾ ശ്രമിക്കുക, ലിഫ്റ്റ് ഉപയോഗിക്കാതെ. ഡെയിലി നമ്മൾ ഓഫീസിൽ പോകുന്നത് 2-3 സ്റ്റെപ്പ് അല്ലെങ്കിൽ 2-3 നില മുകളിലാണെങ്കിൽ നമ്മൾ സ്റ്റെപ്പ് തന്നെ യൂസ് ചെയ്യാം. അത് ഇത് കൂടാതെ നമുക്കിപ്പം വേറെ പല നല്ല മാർഗ്ഗങ്ങളുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ബസ് ഇറങ്ങുന്ന ഒരു സ്റ്റോപ്പ് മുമ്പേ ഇറങ്ങിയിട്ട് നമ്മുടെ ഓഫീസിലേക്ക് നടക്കാൻ ശ്രമിക്കുക. അതേപോലെ നമ്മൾ ബൈക്കിൻ്റെ ഉപയോഗം ഏറ്റവും മിനിമൈസ് ചെയ്യുക. നമ്മുടെ അടുത്തുള്ള കടകളിൽ പോകാനോ അല്ലെങ്കിൽ മറ്റാവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ബൈക്ക് ഉപയോഗിക്കാതിരിക്കുക. വീട്ടിലൊരു സൈക്കിള് വാങ്ങിച്ച് വെക്കുക. അപ്പം ഇതൊക്കെ എനർജി എക്സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മാർഗ്ഗങ്ങളാണ്. അതുപോലെ വീട്ടിൽ ജോലികൾക്കായിട്ട് സഹായിക്കുക, ചെറിയ ചെറിയ വർക്കുകൾ ചെയ്യുക. ഇതെല്ലാം നമുക്ക് പിന്നെ അരമണിക്കൂറിൽ കൂടുതൽ ഒറ്റ ഇരിപ്പിൽ നമ്മളിരുന്ന് ജോലി ചെയ്യാതിരിക്കുക. അരമണിക്കൂറിൽ കൂടുതൽ നമുക്ക് ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എണീറ്റ് നിൽക്കുക. എണീറ്റ് നിന്നിട്ട് നമ്മൾ ഞാനൊന്ന് ഇടപെടുകയാണ്. ഡോക്ടർ, നമ്മൾ ഇത്രയും സമയം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അമിതവണ്ണം ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ വ്യായാമം അതുപോലെ തന്നെ ആഹാരക്രമങ്ങളെക്കുറിച്ചൊക്കെയാണ്. വേറൊരു കാര്യം ഇതിനോട് കൂട്ടിച്ചേർക്കാനുള്ളത്, ഈ അമിതവണ്ണം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ചികിത്സാ മാർഗങ്ങൾ എന്തൊക്കെയാണ്? അത് ഈ വർഷം അതിന് വളരെയധികം പ്രാധാന്യമുള്ളൊരു വർഷമാണ്. കാരണം എന്ന് വെച്ചാൽ ഇത്രയും വർഷമായിട്ട് കുറേ നമ്മൾ പല രീതിയിലുള്ള മരുന്നുകൾ അവൈലബിൾ ആയിരുന്നെങ്കിലും അവരൊന്നും അത്ര എഫക്റ്റീവ് ആയിരുന്നില്ല. വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിസിൻസ് കുറവായിരുന്നു. അതായത് നമ്മൾ എത്ര ശ്രമിച്ചാലും 5% വെയിറ്റ് കുറയ്ക്കുന്ന അല്ലെങ്കിൽ മാക്സിമം പോയ 10% വരെ വെയിറ്റ് കുറയുന്നതായിരുന്നു ഇതുവരെയുള്ള മെഡിക്കേഷൻസ് അവൈലബിൾ ആയിട്ടുള്ള. എന്നാൽ ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മളോടൊപ്പം ഒരു പ്രേക്ഷകയുണ്ട്, ഗീത രാമപുരം. ഗീത, ഡോക്ടറോട് ചോദിക്കാം. ഹലോ ഡോക്ടർ. ഹലോ, പറഞ്ഞോളൂ. ഡോക്ടർ, ഞാൻ 142 സെന്റിമീറ്റർ പൊക്കമുണ്ട്, 50 കിലോ വെയിറ്റ് ഉണ്ട്. അത് കൂടുതലാണോ ഡോക്ടർ? അത് അത്ര പ്രശ്നമുള്ളതല്ല. അതായത് 145 നിന്ന് 142 ഒരു അല്പം ഒരു മേ ബി ഒരു 2-3 കിലോയുടെ അധികമേ ഉള്ളൂ. അത് അത്ര ഒരു പ്രശ്നമുള്ളൊരു വെയിറ്റ് അല്ല. പിന്നെ ഡോക്ടർ, എന്റെ മുട്ടിന് നല്ല വേദന ഉണ്ട്. മുട്ടിന്റെ ചിരട്ട നല്ല ഉളച്ചിൽ. അതിൽ ഷോസ് പോലത്തെ സാധനം ഇടണോണ്ട് വല്ല കുഴപ്പമുണ്ടോ ഡോക്ടർ? അതായത് ഇടണ്ട്. ഡോക്ടറുടെ അഭിപ്രായം ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. അതിന് എക്സർസൈസസ് ആണ് യൂഷ്വലി വേണ്ടത്. ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കണം നിങ്ങൾക്കുള്ള പ്രശ്നം. അത് ഒരു അത് തന്നെ തേയ്മാനം തന്നെ. ഓർത്തോപീഡീഷ്യൻ ഡോക്ടറെ കണ്ടിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കൃത്യമായ ചികിത്സ നിങ്ങൾ തേടണം. പക്ഷേ എക്സസൈസസ് അതിന് അവൈലബിൾ ആണ്. ഡോക്ടറോട് നിങ്ങൾ പോയി കാണുക കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ചികിത്സയെക്കുറിച്ചായിരുന്നു. അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള നല്ല മെഡിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അതിൻ്റെ ലിറാഗ്ലൂട്ടൈഡ് ആയിരുന്നു ഒരു 1-2 വർഷം മുമ്പ് ഒരു അവൈലബിൾ ആയിട്ടുള്ള. ഇപ്പോൾ സെമാഗ്ലൂട്ടൈഡ്, ടിർസപെറ്റൈഡ് എന്നൊക്കെ പറഞ്ഞ ഇഞ്ചെക്റ്റബിൾ ആയിട്ടുള്ള വളരെ എഫക്റ്റീവായിട്ടുള്ള മെഡിക്കേഷൻസ് ഇപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങളുടെ എൻഡോക്രൈനോളജിസ്റ്റിനെ നിങ്ങൾ സമീപിക്കുക. അമിതവണ്ണം എപ്പോഴും നമുക്ക് ഡയറ്റും എക്സസൈസും വെച്ച് തന്നെയാണ് തുടക്കമെങ്കിലും ചിലരിലെങ്കിലും അത് ഫലപ്രദമാവാതെ വരാറുണ്ട്. അങ്ങനെയുള്ളവർക്ക് മെഡിക്കേഷൻസാണ് അടുത്ത ഒരു അമിതവണ്ണത്തിൻ്റെ കോംപ്ലിക്കേഷൻസ് ഒഴിവാകാനുള്ള ഏറ്റവും നല്ലൊരു മാർഗം. വളരെ കുറഞ്ഞ സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ സൈഡ് എഫക്ട്സ് മോണിറ്റർ ചെയ്യാവുന്ന ടൈപ്പ് സൈഡ് എഫക്ട്സ് ഉള്ള ചെറിയ വലിയ പ്രശ്നങ്ങളില്ലാത്ത മെഡിക്കേഷൻസാണ് ഈ പറഞ്ഞ മരുന്നുകൾ. സമയപരിമിതി മൂലം ഞാനൊന്ന് ഇടപെടുകയാണ്. അമിതവണ്ണം എങ്ങനെ കുറയ്ക്കാം എന്നതിനെക്കുറിച്ചാണ് ഹലോ ഡോക്ടർ ഇന്ന് സംസാരിച്ചത്. സംശയങ്ങൾക്ക് മറുപടി നൽകിയത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ അഭിലാഷ് നായരാണ്. നന്ദി ഡോക്ടർ. ഹലോ ഡോക്ടർ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.